Hello guys, welcome to my channel Coral to Coconut. ഇന്നത്തെ വ്ളോഗ് ഈ പാക്കിങ്ങിനെ പറ്റിയാണ്. ഞങ്ങൾക്ക് ആക്ച്വലി ഒരു ട്രാവൽ വരുന്നുണ്ട്. എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ പതിന് പറയാട്ടോ. അപ്പോൾ ഇന്ന് ആരോഗ്യക്ക് വേണ്ടി പാക്കിംഗ് ആണ്. ആക്ച്വലി ഞാൻ ആലോചിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് 3 പേർക്കും 3 സൂട്ട് കേസായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഓരോരുത്തരുടെ സാധനങ്ങളെല്ലാം വരും, അവരവരുടെ സൂട്ട് കേസിലും വരും. അവിടെ നിന്നൊക്കെ എടുക്കേണ്ട ആവശ്യവും വരത്തില്ല. ഓക്കെ, സോ യു വിൽ ഗെറ്റ് ടു നോ ഹൗ ഐ പാക്ക്. ഇപ്പോൾ കുറച്ച് അധികം ട്രാവൽ ചെയ്ത് ഒരു ഏകദേശം ഐഡിയാസും കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യമായിട്ട് VIP ഒരു സൂട്ട് കേസാണ് ഞാൻ എടുത്തേക്കണത്. ഇത് ക്യാബിൻ പാക്കേജ് അല്ല കേട്ടോ. ഇത് ആ സെറ്റിൽ ഏറ്റവും ലാസ്റ്റാണ്. പക്ഷെ ഇത് ക്യാബിൻ പാക്കേജ് എന്നും പറയാം. പക്ഷെ ഒരു മീഡിയം സൈസായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ വേസ്റ്റ് തുണി, വെറ്റ് തുണീസൊക്കെ, വെറ്റ് ക്ലോത്ത്സൊക്കെ എടുത്ത് വെക്കാനായിട്ട് ആവശ്യം വരും. അപ്പോൾ ഞാൻ ആദ്യം വെക്കാൻ പോകുന്നത് ആരോഗ്യയുടെ ഹൂഡിയാണ്. അപ്പോൾ ഇതിങ്ങനെ കമ്പാക്റ്റായിട്ട് മടക്കി കഴിഞ്ഞാൽ നമുക്കത് എവിടെ വേണമെങ്കിലും വെക്കാം. നീ എടുത്തിട്ട് നമ്മുടെ ബാഗിൽ ഇപ്പോൾ കാറിൽ പോകുന്ന സമയത്ത് AC കൂളിംഗ് കൂടുതലാണ്, പക്ഷെ കുട്ടിക്ക് ഇത് പറ്റുന്നില്ല. ഔട്ട്സൈഡ് അറ്റ്മോസ്ഫിയർ ഒരുപാട് ടെമ്പറേച്ചറാണ്, ഹീറ്റപ്പാണ്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, കാറിൽ കൂളിംഗ് ചെയ്താലേ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു കോമ്പാക്റ്റ് ചെയ്താൽ ഈസി ആയിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ ഈസി ആക്സസിബിൾ ആണ്. അപ്പോൾ അതാണ് ഞാൻ ആദ്യം വെക്കണേ. കാരണം ഇത് അവൾക്ക് ആവശ്യം വരാറില്ല. അപ്പോൾ അധികം എടുക്കാൻ വേണ്ടാത്ത സാധനങ്ങൾ മാത്രം ഞാൻ ആദ്യം വെക്കാണ് വെച്ച്. പിന്നെ ഞാൻ ഞങ്ങൾ പോകുന്നത് ഒരു അമ്പലം ടൈപ്പ് വിസിറ്റ്സ് ആണ്. അപ്പോൾ 2-3 അമ്പലത്തിൽ ആക്ച്വലി പോകുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ട്രാവലിങ്ങിൻ്റെ സമയത്ത് ഞാൻ കംഫർട്ടബിളായി ഇരിക്കുന്നത് ആർഹെക് ഡ്രസ്സിങ്ങിൽ ഒന്നുകിൽ ഫ്രോക്സ്, അതും ലോങ് ആയിട്ടിരിക്കുന്ന ഫ്രോക്സ്. ഇതിപ്പോൾ ഡെനിമിൻ്റെ ആണ്. അപ്പോൾ ഏത് ക്ലൈമറ്റിൽ പോയാലും ഇത് കോട്ടൻ്റെ ആണ്. ഡെനിം ലുക്കാണ്, പക്ഷേ ഡെനിം അല്ല കേട്ടോ. അപ്പോൾ അത്ര ഹെവി അല്ല, ലൈറ്റാണ്. ഏത് മെറ്റീരിയലാണെന്ന് എനിക്കറിയില്ല, കോട്ടൺ ആണെന്ന് തോന്നുന്നു എനിക്ക് കണ്ടിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫ്രോക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അമ്പലത്തിൽ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ടാട്ടോ. അല്ലാണ്ട് ആരോഗ്യ ട്രാവലിങ്ങിൻ്റെ സമയത്ത് ഞാൻ കൂടുതലും ഹാഫ് നിക്കേഴ്സും ഷോർട്ട്സും അല്ലെങ്കിൽ എന്താ പറയുക പാൻസ്, ജീൻസ് അത്രയും പ്രിഫർ ചെയ്യാറില്ല. പാൻസ് ആട്ടോ പ്രിഫർ ചെയ്യാം. പിന്നെ ഒരു സ്കേർട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ 2 ടോപ്സ് എടുത്തിട്ടുണ്ട്. 2 വൈറ്റ് കളർ ആട്ടോ. എനിക്ക് ഈ ഒരു സ്കേർട്ടിൻ്റെ കൂടെ വൈറ്റ് കളറായിരിക്കും കൂടുതൽ പോകുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ എടുത്തതാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു എടുത്തു. ഇത് ഞാൻ ഇതിൻ്റെ അകത്തായിട്ട് തന്നെ ഇങ്ങനെ വിടർത്തി അങ്ങ് വെക്കും. അപ്പം ഇത് രണ്ടും ഒരുമിച്ച് വെക്കുമ്പോൾ അതങ്ങ് സെപ്പറേറ്റ് ആയിരുന്നോളും. പിന്നെ എടുക്കുന്ന സമയത്ത് അത് മൊത്തം കൂടി എടുത്താൽ മതി. അങ്ങനെ. പിന്നെ ഞാൻ 2 ജീൻസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് അധികം ടോപ്സ് തന്നെ എടുത്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ 2 ഫാമിലീസാണ് കേട്ടോ പോണേ. അപ്പോൾ ഇനി ഒരു ഫാമിലിയുടെ കൂടെ 2 ചേട്ടന്മാരുണ്ട് ആരോഗ്യം അവിടെ. അപ്പോൾ അവർ കൂടെ കളിക്കുമോ എന്നറിയില്ല, ചിലപ്പോൾ കളിക്കുമായിരിക്കും. അതുകൊണ്ട് ഞാൻ 2 ജീൻസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി ഞാൻ അങ്ങനെ പറയാൻ കാരണം ഞങ്ങൾ 2 ഫാമിലീസും ആദ്യമായിട്ടോ ഒരുമിച്ച് ഒരു ട്രിപ്പ് പോലെ പോണേ. അല്ലാണ്ട് അവർ ഞങ്ങളുടെ വീട്ടിലും ഞങ്ങൾ അവരുടെ വീട്ടിലും പോയി അങ്ങനെ പാട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് അങ്ങനെയില്ല. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പാൻറ്, ഇപ്പോൾ എക്സ്ട്രാ ഒരു പാൻറ് വെക്കുന്നത്. അല്ലാണ്ട് ഒരു എമർജൻസി ബാഗും ഞാൻ പാക്ക് ചെയ്യും. അതിപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല. അത് ഞാൻ എൻ്റെ ബാഗ് പാക്ക് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ കാറിൻ്റെ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അതിൽ എമർജൻസി ബാഗ് പാക്കിന് ഞാനത് കാണിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതിൽ ചേർക്കാത്തതെന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ എക്സ്ട്രാ ഒരു പാൻറ് മാത്രം കരുതിയിട്ടുണ്ട്. പിന്നെ ജീൻസും പാൻറ്റിൻ്റെ കൂടെ
ഇടാൻ പറ്റുന്ന കുറച്ച് ടോപ്സുകൾ. ഏകദേശം ഞാൻ ഒരു 1 2 3 4 5 6 7 ഒരു 8 ടോപ്സ്. കുട്ടി കുട്ടിയാ, ലൈറ്റ് വെയിറ്റ് ആണ്, കഴുകിയാലും പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന മെറ്റീരിയൽസ് ആട്ടോ എടുത്തേക്കണേ. പിന്നെ ഇതൊരു ഓവർകോട്ടാണ്. ഇത് ആക്ച്വലി ജീൻസിൻ്റെ മേളിലും ജീൻസും ടോപ്സിൻ്റെ ഒക്കെ മേളിലിടാം. പിന്നെ ഇതിൻ്റെ അകത്തൊരു ആക്ച്വലി ഇതൊരു മെയിൻ ഡ്രസ്സായിട്ടാണ് വരുന്നത്. അതിൻ്റെ കൂടെ ഒരു ഹാഫ് സ്ലീവ് ഹാഫൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അത് പക്ഷേ ട്രാവലിങ്ങിൽ എനിക്ക് തോന്നുന്നില്ല. അത് പാർട്ടീനൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഈ ഷ്രഗ് പോലെയുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ ഞങ്ങൾക്കൊരു നൈറ്റ് ഔട്ടുണ്ട്, അതിൽ ഇത് ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. കാരണം തണുപ്പൊക്കെ ആണെങ്കിൽ അതുണ്ട്. അതും കൂടി ഞാൻ ഇതിൻ്റെ അകത്തോട്ട് തന്നെ വെക്കുക. പിന്നെ ഒരു സ്വെറ്റർ, ഒരു മങ്കി ക്യാപ്പ് എടുത്തിട്ടുണ്ട്. ഇതാൾ യൂസ് ചെയ്തത് തീരെ കുറവായിരിക്കും. ഓക്കെ, ഇനി ആ പാൻറ്റിൻ്റെ കൂടെ തന്നെ ഒരു ഷോർട്ട്സ് വെച്ചിട്ടുണ്ട്. ഒരു ഡെനിമിൻ്റെ ഷോർട്ടാട്ടോ വെച്ചേക്കണേ. ഇത് നമ്മൾ പുറത്ത് എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് വെക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഡെനിമിൻ്റെ ജാക്കറ്റും വെച്ചിട്ടുണ്ട്. പിന്നെ ഡെനിമിൻ്റെ ഹാഫ് ജാക്കറ്റും ഫുൾ ജാക്കറ്റും വെക്കാറുണ്ട്. കാരണം നമുക്ക് കാറിലും യൂസ് ചെയ്യാൻ പറ്റും, പുറത്തൊക്കെ പോകാനാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വീട്ടിലുള്ള ഡ്രസ്സിലിട്ട് പുറത്ത് പോകണം എന്ന് അവൾക്ക് തോന്നുവാണെങ്കിൽ ഞാനിത് മെള്ളിൽ കൂടെ ഇടിപ്പിക്കാറുണ്ട്. അപ്പോൾ അതൊരു ഫാഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇരിക്കും. അപ്പോൾ അതിന് വേണ്ടി ഞാനിങ്ങനെ വെക്കാറുണ്ട്. അപ്പോൾ ഇതാ ഈ സൈഡങ്ങ് കഴിഞ്ഞു. അപ്പോൾ അവളുടെ ഡ്രസ്സുകളൊക്കെ ആ സൈഡ് വന്നു. ഇനി ഞാൻ നൈറ്റ് സൂട്ട് ഒരു 3 എണ്ണം എടുക്കാം. 3 എണ്ണം എടുത്തു വെച്ചു. പിന്നെ അവൾക്ക് കുറച്ച് നിക്കേഴ്സ് ഉണ്ട്. ഇപ്പം ഞാനത് എടുത്തിട്ടില്ല. മറ്റേ എമർജൻസി ബാക്ക് പാക്കിൽ ഉള്ളതാണ്. അതിൽ വെക്കാനായിട്ട് മറന്നത് ഒരു എക്സ്ട്രാ ഞാൻ പാക്കിങ് ഇതിൽ വെക്കുന്നതായിരിക്കും. അത് എടുത്തിട്ട് വെച്ചു. ഇനി അടുത്തത് ഇത് ടോയ്ലറ്ററി ആണ്. ഇതിൽ ആരുവിൻ്റെയും അപ്പയുടെയും എൻ്റെയും ആയിരിക്കും കേട്ടോ സാധനങ്ങൾ വെക്കണേ. അപ്പോൾ ഇപ്പോൾ നിലവിൽ വെച്ചേക്കുന്നത് അമ്മയുടെ ഒരു ബ്രഷ്, ആരുവിൻ്റെ ടൂത്ത് പേസ്റ്റ്, അത് ഇപ്പം അത്രേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതും ആരുവിൻ്റെ ബാഗിൽ വരും. പിന്നെ അടുത്തത് ഇതാണ് ആരുഹയുടെ സാഗമ ജന്മക വസ്തുക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ ആക്ച്വലി വെച്ചിരിക്കുന്നത് എൻ്റെ ബാഗിലും വരും കേട്ടോ. ഇത് പീബഡിയാണ്. ഇത് ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ യൂസ് ചെയ്തിരുന്ന പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ഞാൻ പറയാൻ പോകുന്ന പ്രൊഡക്ട്സ് അങ്ങനത്തെ ഉള്ള മേടിച്ചേക്കുന്നത് ട്രാവലിന് വേണ്ടി മാത്രമായിട്ട് മേടിച്ചേക്കുന്നത് ഞാൻ ക്ലോസപ്പ് ഇട്ടും കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഇവിടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് പീബഡിയാണ്. ഇത് എനിക്കും കുട്ടികൾക്കും യൂസ് ചെയ്യാം. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പെട്രോൾ പമ്പ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ കയറുമ്പോൾ അവിടെ ടോയ്ലറ്റിലൊക്കെ പോകുമല്ലോ. അപ്പോൾ എല്ലാം അതുപോലെ വൃത്തിയായിരിക്കണം എന്നില്ല. പിന്നെ എനിക്കൊരു പേടിയാണ് ഇനി ഇൻഫെക്ഷൻ വന്നാലോ കുട്ടിക്ക് എന്ന്. അതുകൊണ്ട് ഞാനെപ്പോഴും യൂസ് ചെയ്യുന്നത് ഇതും. പിന്നെ ടോയ്ലറ്റ് സീറ്റ് കവേഴ്സും ഉണ്ട്. അത് ആക്ച്വലി കാറിൻ്റെ എമർജൻസി പാക്കിങ്ങിൽ കാണിക്കാട്ടോ ഞാൻ. ഇതിപ്പോൾ ഞാൻ എക്സ്ട്രാ ഉള്ളത് വെച്ച അത് ആ ബാഗിലും ഉണ്ട്. പിന്നെ ഇത് എക്സ്ട്രാ ഒരു പാക്കറ്റ് മേടിച്ചപ്പോൾ അത് ഇതിൽ വെച്ചതേ ഉള്ളൂ. പിന്നെ മെയിനായിട്ടുള്ളത് ആരെ എവിടെ പോയാലും തിരിച്ചു വരുമ്പോഴും അവിടെ പോയി കഴിഞ്ഞിട്ടും പോകുന്നതിന് മുമ്പെയൊക്കെ ശല്യമായിട്ടുള്ളത് എപ്പോഴും കൊതുകാണ്. അതുകൊണ്ട് ഞാൻ വലിയ പാക്കറ്റ് തന്നെ ഓഡോമസ് കരുതിയിട്ടുണ്ട് കേട്ടോ. വലിയൊരു ട്യൂബാണ് പാക്കറ്റല്ല. പിന്നെ ഒരു കുട്ടി ബേബി ചക്രൻ്റെ ബേബി വാഷ്, ബോഡി വാഷാണ്. പിന്നെ ഇതാ എല്ലാ കേരളത്തിലുള്ള അമ്മമാരുടെയും ഫേവറേറ്റ് രാസ്നാദി പൊടി. കുട്ടികളെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ സ്ഥലം മാറിയ, വെള്ളം മാറിയ, ക്ലൈമറ്റ് മാറിയ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് രാസ്നാദി പൊടി.
പേര് രാസവാദി ചൂരണം എന്ന് തന്നെയായിട്ട് എഴുതിയിരിക്കുന്നത്. തൃശ്ശൂർ താലിക്കാട്ട് മോസ് എന്ന്. പിന്നെ ബാക്കിയുള്ളത് മലയാളത്തിൽ. എനിക്കും മലയാളം വായിക്കാൻ അറിയില്ല, സോ വായിക്കണില്ല. പിന്നെ ഇതാ ഈ ഇതുപോലെ കാണാൻ പറ്റുന്നുണ്ടോ? ഇതുപോലത്തെ ഒരു ചെറിയ ഡപ്പിയിൽ, ഒരു ടിന്നിൽ ഞാൻ പൗഡർ കരുതാറുണ്ട്, ഫേസ് പൗഡർ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ആളുകൾ ഉറങ്ങി എണീച്ചിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഫ്രഷ് ആണെങ്കിൽ നമുക്ക് ചിലപ്പം ഫേഷ്യൽ ടിഷ്യൂ മാത്രമേ കിട്ടത്തുള്ളൂ, ബേബി ടിഷ്യൂ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ച് തുടച്ചിട്ട് പൗഡർ എടുത്ത് ജസ്റ്റ് ഒന്ന് തൂക്കാം, ആള് റെഡി. അപ്പോൾ അത് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ആൾക്ക് ഇത് ആളുടെ സ്ട്രെയിറ്റ് ഹെയർ ആണ്, ലോങ് ഹെയർ ആണ്. അപ്പം മുടി നന്നായിട്ട് ഫാഷനബിൾ ആയിട്ട് കെട്ടാൻ വേണ്ടി എനിക്ക് ഇങ്ങനത്തെ ചീപ്പ് വേണം. ഇതിൻ്റെ ബിഗ് സൈസ് ആട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന വീട്ടിൽ. ട്രാവലിങ്ങിന് ബിഗ് സൈസ് കൊണ്ടുപോയിട്ട് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ചെറിയ സൈസാട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഇവള് തീരെ ചെറുപ്പമായിരുന്നപ്പോൾ ഇവളുടെ അച്ചാച്ചൻ ഗിഫ്റ്റ് ചെയ്തതാട്ടോ. അതൊക്കെ എവിടെ നിന്ന് കിട്ടിയത് കൊടുത്തതാണ്, അപ്പോൾ ഗിഫ്റ്റ് ചെയ്തതാണത്. പിന്നെ ബേബി ക്രീം. ആളുടെയും എൻ്റെ പോലെ തന്നെ ഡ്രൈ സ്കിന്നാണ്. അതുകൊണ്ട് എനിക്കൊരു പേടി, ഇനി എനിക്ക് വന്ന പ്രശ്നം അവൾക്ക് വരാണ്ടിരിക്കട്ടെ എന്ന് ഓർത്തിട്ട് കുളിപ്പിച്ച് റൂമിൻ്റെ അകത്ത് കയറ്റി കഴിഞ്ഞ് ഉടനെ അവൾ വീണ്ടും കുളിപ്പിക്കുന്നത് ഞാൻ ക്രീമിലാണ്. അപ്പോൾ ആ ക്രീം ഹിമാലയയുടെ ക്രീമാട്ടോ, ബേബി ക്രീം, എക്സ്ട്രാ സോഫ്റ്റ് ആൻഡ് ജെന്റിൽ. പിന്നെ ഡാസിലറിൻ്റെ ഐബ്രോ പെൻസിൽ ആൾക്കാട്ടോ. പിന്നെ ഒരു പാക്കറ്റ് പൊട്ടിൻ്റെ ബുക്ക്ലെറ്റ് വെച്ചിട്ടുണ്ട്. ഇത് കോഹിനൂറിൻ്റെ ബുക്ക്ലെറ്റാണ്. പിന്നെ ഇതുപോലത്തെ സിപ്പ് ലോക്ക് കവേഴ്സ് ഇല്ലേ, ആ കവേഴ്സ് ആട്ടോ ഞാൻ പ്രിഫർ ചെയ്യാണ്ട് പാക്ക് ചെയ്യാനൊക്കെ. ഇപ്പോൾ ഇപ്പം ഞാൻ ആകെ 2 സെറ്റ് ഹെയർ ടൈസ് വെക്കും, ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. അതിൽ ക്ലിപ്സ് ചിലപ്പോൾ ഇങ്ങനെ ആക്കി വെക്കും, അപ്പോൾ അത് കോമ്പാക്റ്റ് ആയിട്ട് ഇരുന്നോളും. പിന്നെ എനിക്ക് കുറച്ച് അൽക്കുലത്ത് പണി അവളുടെ തലയിൽ ചെയ്യണമെന്ന് തോന്നുമ്പോൾ കുറച്ച് ചെറിയ ക്ലിപ്സ് അതങ്ങനെ വെക്കും. അപ്പോൾ അതെല്ലാം കൂടി ഒരു കവറിൽ നിന്ന് ഇട്ട് വെച്ചാൽ ഇത് മതി അവൾക്ക് യാത്രയിൽ. പിന്നെ ചിലപ്പോൾ എനിക്ക് തോന്നുമ്പോൾ അവിടുന്ന് പർച്ചേസ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഞാൻ കളർഫുൾ ആയിട്ടുള്ള ഹെയർ ടൈസ് എടുക്കുന്നുണ്ട്. അത് അറിയാലോ, ഈ പെണ്ണുങ്ങൾക്ക് ഹെയർ ടൈസ് എത്ര മേടിച്ചാലും മതിയാവൂല. പിന്നെ ഞാൻ പറഞ്ഞു അമ്പലത്തിൽ പോകുന്നതാണെന്ന്. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചതിൽ ഞാൻ ഈ അമ്പലത്തിന് സെറ്റ് കൊണ്ട് പട്ട് പവട അങ്ങനത്തെ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനത്തെ ഞാൻ ചിലപ്പോൾ എടുക്കുമായിരിക്കും, അറിയില്ല കേട്ടോ. ഞാൻ ആളും വന്നിട്ട് ആളെടുത്ത് വെച്ചാൽ, അല്ലെങ്കിൽ എനിക്ക് ആ സമയത്ത് തോന്നുന്ന പോലെ ഇറങ്ങാനാവുമ്പോൾ, ഇനി ആക്ച്വലി ഒരു 2 ഡേയ്സും കൂടിയുണ്ട്, അപ്പോൾ തോന്നുന്ന പോലെ. അപ്പോൾ അതിന് ഇത് മീഷോന്ന് മേടിച്ച ഒരു ചെയിനാണേ, അത് ഞാൻ പിന്നെ കാണിക്കാം. അതും അതിൻ്റെ കമ്മലുമാണ്. ആൾക്ക് ഞാനിങ്ങനെ കമ്മൽ മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആൾക്ക് ഇഷ്ടമാണ്. അല്ലാണ്ട് ഞാൻ യാത്രയിലും അല്ലാണ്ട് ഞാൻ പ്രിഫർ ചെയ്യാറില്ല. ഈ ഡാൻസ് പ്രോഗ്രാംസ് വരുന്ന സമയത്ത് മാത്രമല്ലാണ്ട് ചേഞ്ച് ചെയ്യും, മാത്രമല്ലാണ്ട് ഗോൾഡ് അത്ര ഞാൻ പ്രിഫർ ചെയ്യാം. പിന്നെ ഞാൻ എടുക്കാറുള്ളത് ഇങ്ങനത്തെ കയ്യിലിരുന്ന ബ്രേസ്ലെറ്റ് ടൈപ്പ് ബാംഗിൾസ് ആണ്. ഇതാണെങ്കിൽ ജീൻസ് ആയതുകൊണ്ട് പാൻസ് ആയതുകൊണ്ട് അതിൻ്റെ കൂടെയൊക്കെ പോയി. പിന്നെ ഇതൊരു ഹെയർ ടൈ ആണ്, ആൾ സ്വന്തം ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചേക്കുന്നതാണ്. ഇതുവരെ ഇട്ടിട്ടില്ല, ഞാൻ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. ചിലപ്പോൾ ഇട്ടാലോ എന്ന് പറയുന്നു. പിന്നെ ആളുടെ ഞാൻ ഗോൾഡിൻ്റെ ചെയിനും മേടിപ്പിക്കാറില്ല ട്രാവൽ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ആകെ എടുക്കാറുള്ളത് ഇതുപോലത്തെ ഒരു പേളിൻ്റെ മുത്ത് വരുന്ന പോലെ, വൈറ്റ് മുത്തിൻ്റെ പോലെ. അപ്പോൾ അത് ആവശ്യമുള്ള ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റും. അത് സെറ്റായിട്ടാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ബ്രേസ്ലെറ്റും കൂടിയുണ്ട്. ഇത് സെപ്പറേറ്റ് ആവണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുന്നതാ. പിന്നെ ഒരു കളർഫ്, ഇത് നമ്മൾ ഏത് ഡ്രസ്സിൻ്റെ കൂടെയും ഇടാൻ പറ്റും. പിന്നെ ഒരു ഗ്രേ, പിന്നെ ഒരു ന്യൂട്രൽ കളർ. ഇതൊക്കെ ഞാൻ ആൻഡമാനിൽ മേടിച്ചത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി
നമുക്ക് ഈ കവറിലോട്ട് ഇട്ട് വെക്കാം. അപ്പോൾ ഈ കവർ എല്ലാം കൂടി ഒരുമിച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളി ഇപ്പോൾ ആരോഹയുടെ സാധനം മാത്രമായി. അപ്പോൾ നമുക്കതൊക്കെ വെച്ചിട്ട് എല്ലാ സാധനങ്ങളും വെച്ച് കഴിഞ്ഞാൽ ആരോഹയുടെ തിങ്സ് റെഡി. പിന്നെ ഈ ബാഗ് ആക്ച്വലി ട്രാവലിംഗ് പോകുന്ന സമയത്ത് എനിക്ക് ബാഗ് വേണമെന്നൊക്കെ പറഞ്ഞ് മേടിച്ചതാണിത്. ഇതിലെന്താ ഉള്ളതെന്ന് കാണിച്ചേക്കാട്ടോ. ഇപ്പോൾ അവളുടെ പാക്കിങ് ആയിട്ട് അവളുടെ കാണിക്കണമല്ലോ. ഇത് ഞാൻ പോകുന്ന സമയത്തായിരിക്കും കൊടുക്കുന്നത്. ഇത് ബർത്ത്ഡേക്ക് ഞാൻ അവൾക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു മിറർ പ്ലസ് കോമ്പാണ്. ഇത് ആക്ച്വലി ഇരിക്കുന്നത് ഇതുപോലെയാണ്. പുറകിൽ ഇങ്ങനെ വരും. നമ്മൾ തുറക്കുമ്പോൾ ഇവിടെ മിററും ഇവിടെ കോംബോ ആണ്. ഇത് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കോമ്പായിട്ട് വരും. എന്നിട്ട് നമുക്കിത് യൂസ് ചെയ്ത് മിററും കണ്ട് ഇതിങ്ങനെ ബാക്കിലോട്ട് പ്രസ് ചെയ്ത് അത് ഓഫായി പോകും. ക്ലോസ് ചെയ്യാം. അപ്പം ആൾക്കത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അത് വെച്ചിട്ടുണ്ട്. നന്നൊക്കെ വേർക്കുന്നുണ്ട്. പിന്നെ ആൾക്കൊരു ലിപ് ബാം വാട്ടർമെലൻ്റെ ആണ്, ഖാദി ബ്രാൻഡിൻ്റെ ആണ്. ഞാനിത് സ്മിറ്റലിന് മേടിച്ചേക്കുന്നതാ. പിന്നെ കിഡുംസിൻ്റെ സൺസ്ക്രീൻ ലോഷൻ ഉണ്ട് ആൾക്ക്. പിന്നെ ബേബി ചക്രേൻ്റെ തന്നെ ബേബി ലിപ്സിൻ്റെ ബാമുണ്ട്. 2 ബാമുകളുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും പേഴ്സല്ലേ എന്ന് പറഞ്ഞിട്ട് അവളുടെ പേഴ്സ് പുതിയതായിട്ട് മേടിച്ചപ്പോൾ അവളുടെ അപ്പ കൊടുത്തേക്കുന്നത് കുറച്ച് മണിയും ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് ഞാൻ തൽക്കാലം പാക്ക് ചെയ്തേക്കുന്നത് ആൾക്ക് അറിയില്ല. ഞങ്ങൾ പോകുന്നതായിട്ടും അവൾക്ക് അറിയില്ല, പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ പോയിട്ട് പോവാണെന്ന് പറഞ്ഞിട്ട് ഫുള്ള് ന്യൂസ് പേപ്പറായിട്ട് കൊടുത്തേക്കുന്ന പോലെ ആയിരിക്കും. അവൻ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ആളറിയാനായിട്ട് ഇല്ലാണ്ട് സമയത്ത് ഞാൻ പാക്ക് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി വീഡിയോസ് എൻ്റെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതത്രേ ഉള്ളൂ. ഇനി എൻ്റെ ചാനലിൽ ഇതുപോലത്തെ ട്രാവൽ റിലേറ്റഡ് ആയിട്ട് വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. അടുത്തത് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെയും ഏട്ടൻ്റെയും പാക്കിംഗ് സമയത്ത് വീഡിയോ എടുക്കുന്നതായിരിക്കും. പിന്നെ ഞങ്ങളുടെ ടോയ്ലറ്ററി ബാഗ്സ് ഉണ്ട്, എമർജൻസി ബാഗ് ഉണ്ട്. പിന്നെ കാർ പാക്കിങ്ങും കാർ ഓർഗനൈസിങ്ങും അത് ഒരുമിച്ചായിരിക്കും ഞാൻ ഇടുന്നത്. കാരണം വലിയ രീതിയിലില്ല, പക്ഷേ എനിക്ക് തോന്നുന്നത് അതായിരിക്കും ബെറ്റർ. അപ്പോൾ എനിക്ക് ഈ ടൈം കിട്ടുന്ന പോലെ ഞാൻ കാറിൻ്റെ ഓർഗനൈസ് ചെയ്യുമ്പോൾ അത് വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണോ എന്ന് അറിയില്ല. എൻ്റെ പുതിയ ചാനലാണ്, അപ്പോൾ സപ്പോർട്ട് ചെയ്യാം. എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് സജസ്റ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് കമൻറ്റിൽ എന്താണെങ്കിലും പറയാം. നിങ്ങൾക്ക് ഗുഡ് ആണെങ്കിലും ബാഡ് ആണെങ്കിലും അത് എടുക്കുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പറയാൻ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ബൈ. അപ്പോൾ ചാനലിൻ്റെ പേര് മറക്കണ്ട, കടൽ ടു കോക്കനട്ട് ബൈ റീവ. ഞാൻ റീവ. ബൈ.